ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടട, നമ്മളെ കണ്ണൂരുകാരുടെ ഓട്ടട അട ചുടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ്, പച്ചരി മാവ് എടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, സോഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം നല്ല തിളപ്പിച്ച വെള്ളത്തിലാണ് കുഴച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനത് ഓരോ ഉരുളിയാക്കിയിട്ട് ഒരു ഇലയിൽ നല്ലോണം തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് തേങ്ങയും പഞ്ചസാരയോ ഏലക്കയും, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ രണ്ട് ഏലക്കയും പൊടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലോണം ഇല തട്ടിയെടുത്തിട്ട് തേങ്ങ അതിലോട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. നമ്മൾ ഇല അട സ്കൂളെല്ലാം പണ്ട് പോകുമ്പോൾ ഇല അട കഴിച്ചിട്ട് നമ്മൾ പോക്കുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തട്ടിയിട്ട് ഇതങ്ങനെ മടക്കി വെക്കാൻ പോകുന്നതാണ്. അടുപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുത്തിട്ട് മക്കൾക്കെല്ലാം വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ നല്ല ഒരു 4 മണി പലഹാരമാണ്. അങ്ങനെ ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ട് വേവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ 2 എണ്ണം ഞാൻ പരത്തിയിട്ടുണ്ടേനും, അത് രണ്ടും വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അട, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ട് ഞാൻ ചെറുതായിട്ടാണ് പരത്തിയത്. അപ്പോൾ അടിപൊളി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബായ്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.